കണ്ണൂരിൽ തേങ്ങ പെറുക്കാൻ പോയ വയോധികൻ ബോംബ് പൊട്ടി മരിച്ചു. എരഞ്ഞോളി കുടത്തളം സ്വദേശി വേലായുധനാണ് മരിച്ചത്. ആളൊഴിഞ്ഞ പറമ്പിൽ സൂക്ഷിച്ച ബോംബ് ശേഖരം പൊട്ടിയതെന്നാണ് സൂചന. അർജുൻ കല്യാട് ചേരുന്നുണ്ട്. അർജുൻ, കണ്ണൂരിൽ നിന്ന് ബോംബ് പൊട്ടി എന്ന് പറയുന്നൊരു വാർത്ത വരുമ്പോൾ തന്നെ വലിയ ആശങ്കയാണ്. നിലവിലെ സാഹചര്യം എന്താണ് സംഭവിച്ചത്? അതായത് ഇന്ന് ഉച്ചയോടുകൂടിയാണ് കണ്ണൂർ എരഞ്ഞോളി കുടത്തളം സ്വദേശി വയോധികനായിട്ടുള്ള വേലായുധൻ ആളൊഴിഞ്ഞ ഒരു പറമ്പിൽ തേങ്ങ പൊറുക്കാൻ വേണ്ടി പോകുന്നത്. ആ സമയത്താണ് ഇത്തരത്തിലൊരു ബോംബ് സ്ഫോടനം നടക്കുകയും ചെയ്യുന്നത്. ഈ ബോംബ് സ്ഫോടനത്തിലാണ് ഈ വയോധികൻ കൊല്ലപ്പെടുകയും ചെയ്തത്. അതായത് ഈ തേങ്ങ ആളൊഴിഞ്ഞ പറമ്പാണ്, അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ബോംബ് ശേഖരം ഇദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടാതെ ഇദ്ദേഹം അതിന്റെ പരിസരത്തുകൂടെ പോയ സമയത്തോ സ്ഫോടനം സംഭവിച്ചതാണെന്നാണ് കരുതുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ അവിടത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് സംഭവം നടക്കുകയും ചെയ്യുന്നത്. ആളൊഴിഞ്ഞ പറമ്പിൽ, അതായത് എരഞ്ഞോളിയിൽ തന്നെയുള്ള ഇദ്ദേഹത്തിന്റെ വീടിന് സമീപത്തുള്ള ഒരു ആളൊഴിഞ്ഞ പറമ്പിൽ തേങ്ങ പൊറുക്കുന്നതിന് വേണ്ടി പോയതാണ് ഈ വേലായുധൻ. ആ സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന ഒരു ബോംബ് ഇനി എത്ര മാത്രം ഭീകരമാണ് പരിസര പ്രദേശങ്ങൾ, അത്തരത്തിലുള്ള ബോംബിന്റെ സാന്നിധ്യമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങളോ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നുണ്ട്. പോലീസ് എന്തായാലും ആ മേഖലയിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബോംബ് പൊട്ടിത്തെറിച്ചാണ് ഇദ്ദേഹം മരണപ്പെടുകയും ചെയ്തതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന വിവരം. 75 വയസ്സായിട്ടുള്ള കുടക്കളം സ്വദേശി വേലായുധനാണ് മരണപ്പെട്ടിട്ടുള്ളത്. ആളൊഴിഞ്ഞ പറമ്പിലെ ഒരു തേങ്ങ പൊറുക്കുന്നതിന് വേണ്ടി പോയതാണ്. ആ സമയത്താണ് ബോംബ് സ്ഫോടനം ഉണ്ടാവുന്നത്. അങ്ങനെയാണ് ഈ ഇദ്ദേഹം മരണപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും പാനൂരിലെ ബോംബ് സ്ഫോടനം, അതിന് പിന്നാലെ തന്നെ വലിയ തോതിൽ ചർച്ചയായതാണ്. ഈ മേഖലയിലെല്ലാം തന്നെ ബോംബ് സ്ക്വാഡിന്റെയും എല്ലാം പരിശോധന വളരെയധികം ഊർജിതമായ രീതിയിൽ തന്നെ നടക്കുന്നതുമാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ അത്തരത്തിലുള്ള പരിശോധനയെല്ലാം നടന്നതുമാണ്. ആ സമയത്ത് ബോംബ് ശേഖരം വീണ്ടും കണ്ടെത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വീണ്ടും ഇത്തരത്തിൽ കൂടുതൽ ബോംബ് ശേഖരം ഈ മേഖലയിൽ ഉണ്ട് എന്നുള്ളത് ആശങ്കയോടുകൂടി മാത്രമേ കാണാൻ വേണ്ടി കഴിയുകയുള്ളൂ. കാരണം തെരഞ്ഞെടുപ്പിന്റെ വിജയാഹ്ലാദം, അതിനു പുറമെ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ മേഖലയിൽ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ ഇത്തരത്തിൽ ബോംബ് ശേഖരം എല്ലാം പലയിടങ്ങളിൽ നിന്നായി ഇങ്ങനെ കണ്ടെത്തുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്ഫോടനങ്ങൾ നടക്കുന്നു എന്നത് വലിയ തോതിൽ ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ്. എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത വളരെയധികം ഭീകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. ഒരു ബോംബ് സ്ഫോടനത്തിൽ ആളൊഴിഞ്ഞ പറമ്പിൽ തേങ്ങ പൊറുക്കുവാൻ വേണ്ടി പോയിട്ടുള്ള ഒരു 75 വയസ്സുള്ള വേലായുധൻ എന്ന് പറയുന്ന ഒരു വയോധികൻ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ്. മുമ്പും സമാനമായ രീതിയിൽ കണ്ണൂരിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കണ്ണൂർ മട്ടന്നൂരിൽ 2 വർഷം മുമ്പാണ് ഈ അന്യസംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള ഒരു വ്യക്തി ഇത്തരത്തിൽ ബോംബ്, അതായത് സ്റ്റീൽ ബോംബ് ഈ ആക്രിയൊക്കെ പൊറുക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ശേഖരിച്ചിട്ടുള്ള ഒരു ആക്രി അത് ആ ഘട്ടത്തിൽ അങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ഒരു അവസ്ഥ മുമ്പും കണ്ണൂരിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ എരഞ്ഞോളിയിലാണ് സംഭവം നടന്നിട്ടുള്ളത്. എന്തായാലും വളരെയധികം ആശങ്കപ്പെടുത്തുന്നതാണ്. എന്തായാലും പോലീസ് അവിടെ എത്തി പരിശോധനകളും കാര്യങ്ങളും എല്ലാം തന്നെ നടക്കുന്നുണ്ട്. എന്താണ് അവിടുത്തെ കൃത്യമായ രീതിയിലുള്ള മറ്റ് ഇടങ്ങളിൽ ബോംബ് ശേഖരമോ അല്ലെങ്കിൽ അതിന് സമീപത്ത് എന്തെങ്കിലും തരത്തിലുള്ള സ്ഫോടക വസ്തു സാന്നിധ്യമൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു പരിശോധനയും വ്യക്തതയും വരേണ്ടിയിരിക്കുന്നു. നിലവിൽ ഇപ്പോൾ എന്തായാലും പറയാൻ വേണ്ടി കഴിയുന്നത് ഈ വയോധികൻ 75 വയസ്സായിട്ടുള്ള വേലായുധൻ ഈ ബോംബ് ശ്രദ്ധയിൽപ്പെടാതെ തേങ്ങ പൊറുക്കുന്നതിനിടെ ഈ ബോംബിൽ തട്ടിയതോ അല്ലെങ്കിൽ ബോംബിന്റെ സമീപത്ത് എന്തെങ്കിലും തരത്തിലുള്ള തട്ടിയതോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാനാണ് സാധ്യത എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ വയോധികൻ മരണപ്പെടുകയും ചെയ്തിട്ടുള്ളത്. അർജുൻ, ഇത് ഏറെ ആശങ്കയുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ തലത്തിലേറെ ചർച്ചയായ പാനൂരിലെ ബോംബ് സ്ഫോടനം ഇപ്പോഴും അതിന്റെ ചർച്ചകൾ അവസാനിച്ചിട്ടില്ല. ഇപ്പോൾ ഈ എരഞ്ഞോളിയിലും ഒരു ബോംബ് സ്ഫോടനം ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ അതിൽ ഏറെ ആശങ്കകളുണ്ട്. ഈ പാനൂരും എരഞ്ഞോളിയും തമ്മിൽ അടുത്ത സ്ഥലങ്ങളാണോ? തീർച്ചയായിട്ടും റോസ്നെ, അതായത് വലിയ വ്യത്യാസമില്ല. ഏകദേശം 10-15 കിലോമീറ്ററുകളുടെ വ്യത്യാസം മാത്രമേ ഈ പറയുന്ന സ്ഥലങ്ങളെല്ലാം തമ്മിലുള്ളൂ. പാനൂരിൽ ബോംബ് സ്ഫോടനം നടക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ ഒരാൾ കൊല്ലപ്പെടുന്നു, 2ഓളം പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം, നിരവധിയായിട്ടുള്ള പ്രതികളെ എല്ലാം തന്നെ പോലീസ് പിടികൂടുന്നു. ആ ഘട്ടത്തിൽ അത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഉണ്ടായിട്ടുള്ള ഒരു സംഭവം എന്നുള്ള രീതിയിൽ വലിയ തോതിൽ ഈ പരിസര പ്രദേശങ്ങളിലെല്ലാം തന്നെ ബോംബ് സ്ക്വാഡിന്റെയും പോലീസിന്റെയും എല്ലാം കർശനമായിട്ടുള്ള പരിശോധനകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ
പരിശോധനകൾ ആ ഘട്ടങ്ങളിൽ പോലീസ് നടത്തിയതുമാണ്. ഒരു ശക്തമായിട്ടുള്ള പരിശോധനകൾ നടക്കും എന്നുള്ള കാര്യം ആ സമയത്ത് തന്നെ വലിയ തോതിൽ പോലീസ് എല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോഴും ബോംബ് നിർമ്മാണം അല്ലെങ്കിൽ ബോംബ് ശേഖരം പലയിടങ്ങളിലായി ഉണ്ട് എന്നുള്ള കാര്യമാണ് ഇത്തരം സംഭവങ്ങളിലൂടെ എല്ലാം തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ വിജയാഹ്ലാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. പല മേഖലകളിലും സ്ഥാനാർത്ഥികളുടെ പര്യടനം നടക്കുന്നു. വടകരയിൽ വലിയ തോതിൽ ഇത്തരത്തിൽ ബോംബ് രാഷ്ട്രീയവും വലിയ ഒരു വാശിയേറിയ മത്സരവും അത്തരത്തിൽ വലിയ തോതിൽ ഒരു സംഘർഷഭരിതമായ സാഹചര്യത്തിൽ തന്നെയാണ് വടകര പാർലമെന്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്തത്. ആ സമയത്ത് ഷാഫി പറമ്പിലിന്റെ പര്യടനം ഇപ്പോൾ ഈ മേഖലയിലെല്ലാം തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു സ്ഫോടനം സംഭവിക്കുന്നു, അല്ലെ ബോംബ് ശേഖരം അല്ലെ ശേഖരം ആള് അറിയാതെ അത് പൊട്ടിത്തെറിക്കുന്ന ഒരു അവസ്ഥ, ഇതൊക്കെ വലിയ തോതിൽ ആശങ്കപ്പെടുത്തുന്നതാണ്. ഇനിയും വ്യാപകമായ പരിശോധനകൾ അത്ര കർശനമായിരുന്നില്ല എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം ഇത്തരം സംഭവങ്ങൾ ഇപ്പോഴും ബോംബ് ശേഖരം പലയിടങ്ങളിലായി പൊട്ടുകയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരുടെ മരണത്തിനിടയാക്കുന്ന സാഹചര്യവും ഒക്കെ ഇപ്പോഴും തുടരുന്നു എന്നത് ഇത്തരത്തിൽ ബോംബ് ശേഖരം കർശനമായ രീതിയിൽ പിടികൂടാനുള്ള ആ പരിശോധനകളൊന്നും കാര്യക്ഷമമായിരുന്നില്ല എന്നുള്ള ആശങ്കയാണ് പലപ്പോഴും ഉയരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ഇപ്പോൾ ഈ സംഭവ സ്ഥലത്ത് എരഞ്ഞോളി ഈ പറയുന്ന ആളൊഴിഞ്ഞ പറമ്പിൽ പരിശോധനയെല്ലാം ശക്തമാക്കിയിട്ടുണ്ട്. ആ പരിസര പ്രദേശങ്ങളിലെല്ലാം തന്നെ ബോംബ് സ്ക്വാഡിന്റെ സംഘം എത്തി അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സമീപ പ്രദേശങ്ങളിൽ അത്തരത്തിൽ സ്ഫോടക വസ്തു സാന്നിധ്യമോ അല്ലെങ്കിൽ ബോംബിന്റെ തന്നെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സാന്നിധ്യമൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പറയാൻ വേണ്ടി കഴിയുന്നത് സ്റ്റീൽ ബോംബാണ് ഈ പറയുന്ന ഈ സ്ഥലത്ത് നിന്ന് പൊട്ടിത്തെറിച്ചത് എന്നുള്ള സൂചനകൾ കൂടി ഇപ്പോൾ ലഭ്യമാവുന്നുണ്ട്.